ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയിട്ടാണെങ്കിലും രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ടെസ്റ്റിലേക്കും T20യിലേക്കും തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ കളി ആരാധകരുടെ തീരാനഷ്ടമായി മാറും. കായിക ലോകത്ത് അധികമൊന്നും അഭിമാനിക്കാനില്ലാത്ത നമുക്ക് ഇടക്കുന്ന് രോമാഞ്ചം കൊള്ളണമെങ്കിൽ അത് അനിവാര്യമാണ്. റോക്കോയുടെ കഴിഞ്ഞുപോയ ജന്മദിനങ്ങൾ എണ്ണിക്കാലം കഴിക്കുന്ന സെലക്ടർമാരെ നിങ്ങൾ അവരുടെ പെർഫോമൻസ് മാത്രം നോക്കി മാർക്കിടാൻ ശീലിച്ചേ പറ്റൂ. വാസ്തവത്തിൽ നിങ്ങൾ കാഴ്ചക്കാരായി നിന്നാൽ മാത്രം മതി. ആ രണ്ട് മുതിർന്ന സഹോദരന്മാർ അനുചരന്മാരെ വളർത്തിയെടുത്തുകൊള്ളൂ. ഉദാഹരണമായി ഇന്നത്തെ മാച്ച് ശ്രദ്ധിക്കുക. ഉദാഹരണമായി കഴിഞ്ഞ മാച്ച് ശ്രദ്ധിക്കുക. ജയ്സോൾ 75 പന്തിൽ നിന്നാണ് കന്നി അർദ്ധ സെഞ്ചുറി കണ്ടെത്തുന്നത്. ഏത് സാഹചര്യത്തിലും റണ്ണിരക്ക് ഉയർത്താനറിയുന്ന ഹിറ്റ്മാനെ പോലൊരു മജീഷ്യൻ മറുതലക്കൽ നിൽക്കുമ്പോൾ എന്ത് ടെൻഷൻ. സമയമെടുത്ത് തന്നെ കളിച്ചു. ശേഷം പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. പിന്നത്തെ 50 റൺസ് അടിക്കാൻ 26 ബോളുകളെ ചെക്കന് വേണ്ടി വന്നുള്ളൂ. റോക്കോ മൈതാനങ്ങൾ അടക്കി ഭരിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് മതി വന്നിട്ടില്ല. അവരുടെ മാനറിസങ്ങളുടെ സ്വാധീന വലയത്തിൽ കുരുക്കപ്പെട്ടു പോയവരാണ് ഞങ്ങൾ. ദയവായി ഈഗോക്ക് കയ്യും കാലും വെച്ച ആ കോച്ചിനെ ഒരു പായ്ക്കപ്പലിൽ കയറ്റി മനുഷ്യവാസ്യമല്ലാത്ത ഏതെങ്കിലും ദ്വീപിലേക്ക് അയക്കും. കാടി നിരുവശത്തു നിന്നും വേട്ടക്കിറങ്ങിയ വ്യാക്രങ്ങളെപ്പോലെ 2 വിക്കറ്റിൽ നിന്നും ലോകോത്തര ബൗളർമാരെ മെരുക്കിയെടുക്കുന്ന റോക്കോ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അവർ തുടരും.